ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഇത് പണ്ട് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമൊന്നും 2018-19 ക്ലാസ് എടുക്കുമ്പോൾ ഇത് ചോദിക്കുന്നില്ലായിരുന്നു. കാരണം എക്സൈസ് ഡ്യൂട്ടി നിങ്ങളുടെ സിലബസിൽ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടി നിങ്ങളുടെ സിലബസിൽ നിന്നൊക്കെ മാറിയായിരുന്നു. GST മാത്രമേ ഉള്ളൂ. ഏതാണ് കസ്റ്റംസ് ഡ്യൂട്ടി നിങ്ങൾക്ക് ഇൻ്ററിൽ പഠിക്കാനില്ലാത്തതുകൊണ്ട് ഇമ്പോർട്ട് ഡ്യൂട്ടിയും കൂടി വരുന്ന ക്വസ്റ്റ്യൻ ഇടുന്നില്ലായിരുന്നു. പക്ഷേ നമ്മളുടെ ജനുവരി 2021 എക്സാമിനേഷനിൽ പണ്ട് നവംബർ 2012 ചോദിച്ചു കഴിഞ്ഞ് സിമിലർ കൈൻഡ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ജനുവരി 2021 5 മാർക്കിന് ചോദിച്ചു. അപ്പം ആ ക്വസ്റ്റ്യൻ, ആ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ സിറ്റുവേഷൻ ഇതാണ്. നമ്മളൊരു സോഫ്റ്റ്വെയർ ഇൻറ്റേർണൽ യൂസിന് വേണ്ടി അക്വയർ ചെയ്തു, ഇമ്പോർട്ട് ചെയ്യുവാണ് $1 1,00,000. എക്സ്ചേഞ്ച് റേറ്റ് 52 per $, ആണ്. 5% ട്രേഡ് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇമ്പോർട്ട് ഡ്യൂട്ടി 20% പർച്ചേസ് ടാക്സ് 10% പറയുന്നു, എൻട്രി ടാക്സ് 5%. എൻട്രി ടാക്സ് മാത്രം റിക്കവറബിൾ ലേറ്റർ ഫ്രം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടിയും പർച്ചേസ് ടാക്സും നോൺ റിക്കവറബിൾ ആയിരിക്കും. ഇനി ഇൻസ്റ്റലേഷൻ എക്സ്പെൻസ് ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ ആണ്, ക്യാപിറ്റലൈസ് ചെയ്യണം. പ്രൊഫഷണൽ ഫീ ഫോർ ക്ലിയറൻസ് ഫ്രം കസ്റ്റംസ് 20,000, അതും ക്യാപിറ്റലൈസ് ചെയ്യണം. അപ്പോൾ എത്രയാണ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുമ്പോൾ നമുക്ക് പ്രശ്നം പറ്റുന്ന ഏരിയ ഏതാണ് എന്ന് ചോദിച്ചാൽ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുമ്പോൾ നമുക്ക് പ്രശ്നം പറ്റുന്ന ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ടാക്സിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നവരടുത്ത് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് കസ്റ്റംസ് ഡ്യൂട്ടിക്ക് വിധേയമാകുന്ന ഒരു ഐറ്റവുമാണ്. അതുപോലെ തന്നെ അതൊരു ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്. സോ IGSTയും ലെവീഡ് ആകുന്ന ഒരു ഐറ്റമാണ്. ഓക്കെ ആണോ? നമ്മൾ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരൊറ്റ ട്രാൻസാക്ഷൻ തന്നെ നോക്കിയാൽ അത് ഇമ്പോർട്ടിന്മേൽ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്ന ടാക്സ് അതും നമുക്ക് വരും. അതുപോലെ തന്നെ അതൊരു ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് അതിൽ IGSTയും ഗവൺമെൻറ് ലെവി ചെയ്യും. ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് ടാക്സ് ഏതിൽ സാധാരണ വരും? നമ്മളുടെ ഇമ്പോർട്ടിൽ വരും. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, സെക്ഷൻ 15 ഓഫ് CGST ആക്ട് ഒക്കെ എടുത്ത് നോക്കിയാൽ വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുമ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുകൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള പ്രൈസിലായിരിക്കും GST നമ്മൾ ലെവി ചെയ്യുക. എന്താണ്? നമ്മളുടെ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ വരുന്നു, ഇമ്പോർട്ടിൻ്റെ സിറ്റുവേഷൻ വരുന്നു, അവിടെ വാല്യൂ ഓഫ് സപ്ലൈ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസിലാണ് IGST നമ്മൾ കാണേണ്ടത്. വാല്യൂ സപ്ലൈ ആയിട്ട് എടുക്കേണ്ടത് കസ്റ്റംസ് ഡ്യൂട്ടി കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസാണ്. ദർ ഈസ് എ ടാക്സ് ഓൺ ടാക്സ് കാസ്കേഡിങ് ഇഫക്റ്റ് ആ ഒരു ആംഗിളിലുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് അവരത്ര പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടുമല്ല. അപ്പോൾ ഇമ്പോർട്ടിൽ ടാക്സ് ഓൺ ടാക്സിൻ്റെ ഇഫക്റ്റും ഒക്കെ വരുന്നുണ്ട്. കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് ദേ വിൽ ലെവി വൺ എമൗണ്ട്, അതുകൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസിൽ ദേ വിൽ ഓൾസോ ചാർജ് IGST. ഓക്കെ ആണോ? അപ്പോൾ ആ കമ്പ്യൂട്ടേഷൻ എടുക്കുമ്പോൾ ആ രീതിയിൽ നമ്മൾ കമ്പ്യൂട്ടേഷൻ എടുക്കണം. ദാറ്റ് ഈസ് വാട്ട് വി നീഡ് ടു കൺസിഡർ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഫൈൻ. അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 6ൻ്റെ ആൻസർ ഒന്ന് എഴുതാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഞാൻ ഒരു പെർട്ടിക്കുലേഴ്സ് കോളവും റുപ്പീസ് കോളവും കൊടുക്കുവാണേ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് കോസ്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൽ ഞാൻ പർച്ചേസ് പ്രൈസ് എടുത്താൽ എൻ്റെ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് $1,00,000 അസറ്റാണ് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മൾ AS11 ദി ഇഫക്ട്സ് ഓഫ് ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് നോക്കിയാൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ എന്താണോ റേറ്റ് ആ റേറ്റിലാണ് അതിനെ കൺവേർട്ട് ചെയ്യേണ്ടത്. സോ ₹52 per $, ആണ് റേറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് 52 ലക്ഷം എന്ന് നമ്മളുടെ ഇതാണ് പർച്ചേസ് പ്രൈസ് കിട്ടും. ഓക്കെ, 52 ലക്ഷം നമ്മളുടെ പർച്ചേസ് പ്രൈസ് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഈ പർച്ചേസ് പ്രൈസ് 52 ലക്ഷം കിട്ടി. അതിൽ നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ട്രേഡ് ഡിസ്കൗണ്ട് അറ്റ് 5% നമ്മൾ കുറച്ചാൽ 52 ലക്ഷത്തിൻ്റെ 5% 2,60,000 നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ 2,60,000 കുറച്ചിട്ട് ബാക്കി
49,40,000 ആയിരിക്കും നമ്മളുടെ ട്രേഡ് ഡിസ്കൗണ്ടിന് ശേഷമുള്ള വാല്യൂ. ഓക്കെ ആണോ? ഈ ട്രേഡ് ഡിസ്കൗണ്ട് കുറച്ചതിന് ശേഷമുള്ള വാല്യൂവിലാണ് സാധാരണ ടാക്സേഷൻ ലോ പ്രകാരമൊക്കെയുള്ള ടാക്സ് ലെവി ചെയ്യുക. അപ്പോൾ ആദ്യം ആഡ് കസ്റ്റംസ് ഡ്യൂട്ടി അറ്റ് 20%. ഓക്കെ ആണോ? ബ്രാക്കറ്റിൽ എഴുതുവാണ് അസ്യൂംഡ് ആസ് നോൺ റീഫണ്ടബിൾ. നോൺ റീഫണ്ടബിൾ ആണെങ്കിൽ മാത്രമല്ലേ നമ്മൾ ആഡ് ചെയ്യുള്ളൂ, അതിനെ നമ്മൾ നോൺ റീഫണ്ടബിൾ ആണെന്ന് ആഡ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അതിൻ്റെ 20% എന്ന് പറഞ്ഞാൽ 9,88,000 രൂപയുണ്ടാവും. ഓക്കെ ആണോ? 9,88,000 രൂപയുണ്ടാവും. അത് നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ വി വിൽ അറൈവ് അറ്റ് 59,28,000. ഓക്കെ, ഇതുകൂടി ആഡ് ചെയ്തിട്ട് 59,28,000 നമ്മൾ എത്തിച്ചേരും. ഇനി പർച്ചേസ് ടാക്സ്, GST പോലുള്ള സംഭവങ്ങൾ തന്നാൽ, പർച്ചേസ് ടാക്സ് ഇവിടെ ഒരു 10% പറയുന്നുണ്ട്, അത് നമ്മൾ ലെവി ചെയ്യേണ്ടത് ഏതിലാണ്? ഇതുകൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കസ്റ്റംസ് ഡ്യൂട്ടി കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന പ്രൈസിലാണ്. ഇതും നോൺ റീഫണ്ടബിൾ ഇൻ നേച്ചർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ 59,20,000 വീണ്ടും ഒരു 10% ടാക്സ് 5,92,800 വരും. ഓക്കെ, 5,98,800 വരും. ഓക്കെ ആണോ? ഇനി അതുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 65,20,800 വരുന്നു. പിന്നെ ഒരു എൻട്രി ടാക്സ് അറ്റ് 5% ഉണ്ട്. ഇറ്റ് ഈസ് എക്സ്ക്ലൂഡഡ് ആസ് ഇറ്റ് ഈസ് റീഫണ്ടബിൾ. അതൊരു റീഫണ്ടബിൾ ടാക്സ് ആയതുകൊണ്ട് കോസ്റ്റിൽ എടുക്കണ്ട, അത് നമ്മൾ നില്ലെടുത്തു. ഇനി നമുക്ക് 2 കോസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. ഇൻസ്റ്റലേഷൻ എക്സ്പെൻസസ് നമുക്ക് എത്രയാണ്? 25,000. ഇനി ഏതാണ്? നമ്മളുടെ കസ്റ്റംസ് ക്ലിയറൻസ് ചാർജസ്. ഓക്കെ, കസ്റ്റംസ് ക്ലിയറൻസ് ചാർജസ് എത്രയാണ്? നമുക്കൊരു 20,000 വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ എത്ര വരും? നമുക്ക് 59,28,000 പ്ലസ് 5,92,800 പ്ലസ് 25,000 പ്ലസ് വീണ്ടും ഒരു 20,000, 65,65,800. ഓക്കെ ആണോ? 65,65,800. ദാറ്റ് വിൽ ബി ദി ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ ഈ സംഭവം മറന്നു പോകരുതേ, നമ്മളുടെ കസ്റ്റംസ് ഡ്യൂട്ടി കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന പ്രൈസാണ്. ഞാനതൊന്ന് നോട്ട് എഴുതുവാണേ, താഴെ നോട്ട് എഴുതുവാണ്. ഇഫ് customs duty is levied, further purchase tax or IGST will be levied by taxation authority on the value inclusive of customs duty. ഓക്കെ ആണോ? കസ്റ്റംസ് ഡ്യൂട്ടി കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള പ്രൈസിലാണ് അത് ലെവി ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ടാക്സിൽ അത് പഠിക്കാനില്ല. ഇൻഡയറക്റ്റ് ടാക്സിൽ ഫൈനലിൽ നിങ്ങളത് പഠിക്കും. പക്ഷേ ഇൻ്ററിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തെ വാറ്റ്, അതുപോലെ തന്നെ സെൻട്രൽ സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, 5 ടാക്സ് നമുക്ക് സിലബസിലുണ്ടായിരുന്നു ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ട്, ഇൻ്ററിൽ തന്നെ. അപ്പോൾ അങ്ങനെ വന്നിരുന്ന സമയത്ത് എന്തായിരുന്നു, ഈ സംഭവം ചോദിക്കുമ്പോൾ നമുക്ക് കസ്റ്റംസ് ഒക്കെ അവിടെ കണ്ടിട്ടുണ്ട്, അവിടെ ഈ കമ്പ്യൂട്ടേഷനൊക്കെ കണ്ടിട്ടുണ്ട്. സോ ഇറ്റ് വാസ് വെരി ഈസി ടു ടാക്കിൾ ദിസ്. പക്ഷേ ഇപ്പം GST മാത്രമേ ഇൻ്ററിലുള്ളൂ എന്നുള്ളത് കൊണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ല എന്നുള്ളത് കൊണ്ട് ഇത് നമ്മൾ ചിലപ്പം മറന്നു പോകാവുന്ന, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ആണോ?